ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ മീനാക്ഷി. എന്നിട്ട് അവൾക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുക. അപ്പോൾ ദേവിക്കാണ് നാണം വരും. അപ്പോൾ ചോദിക്കും, ആനന്ദേട്ടൻ വാരി തന്നാൽ മാത്രമേ ദേവി എടുത്ത് കഴിക്കുള്ളൂ, ഞാൻ വാരി തന്നാൽ കഴിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോ മീനു, അങ്ങനെ ഒന്നുമില്ല, നീ വാരി തരുന്ന എനിക്ക് സന്തോഷമാണ്. എൻ്റെ അനിയത്തി എന്നോട് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ ആർക്കായാലും സന്തോഷമല്ലേ തോന്നൂ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും സന്തോഷത്തോടെ ഇത് കഴിക്കേ, ഇത് എൻ്റെ കുഞ്ഞാവയ്ക്കും കൂടി ഉള്ളതാ എന്ന് മീനു അപ്പം പറയൂ കേട്ടോ. അപ്പം അവർ രണ്ടുപേരും ചിരിച്ചു കളിച്ച് ആഹാരമൊക്കെ കഴിക്കുമ്പം ദേവിയുടെ വയറ്റിൽ പതിയൊരു അനക്കം പോലെ ദേവിക്ക് തോന്നുക. ദേ കുഞ്ഞ് അനങ്ങുന്നുണ്ടല്ലോ എന്ന് പറയണ. ആഹാ, അങ്ങനെയാണോ? ഈ ചെറിയമ്മയെ ആഹാരം തന്നത് ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ ചിലപ്പം കുഞ്ഞാവെ അനങ്ങിയത് എന്ന് മീനു പറയും. അതെയോ, അങ്ങനെയാണോ വാവേ എന്നപ്പോൾ ദേവിയും ചോദിക്കും കേട്ടോ. അപ്പം ദേവിയുടെ വയറ്റിൻ്റെ അടുത്ത് തല കൊണ്ട് ഇങ്ങനെ വെക്കുകയാണ് നമ്മുടെ മീനാക്ഷി. എന്നിട്ട് പറയും, വാവേ നിന്നെ കാത്ത് ഇവിടെ ഒരുപാട് പേര് കാത്തിരിപ്പുന്നുണ്ട്, നീ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, നീ ഇവിടെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേര് നിനക്ക് ചുറ്റും ഉണ്ട് കേട്ടോ വാവേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ദേവിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. അപ്പോൾ ദേവിയുടെ കണ്ണ് നിറഞ്ഞു വരിക. അപ്പോൾ പെട്ടെന്ന് മീനും അത് കാണുമ്പോൾ ചോദിക്കും, എന്തു പറ്റി ഏടത്തി എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല, നിന്റെ സ്നേഹം കണ്ടപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നതാ, എൻ്റെ അനിയത്തിക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടല്ലോ എന്ന് കരുതി സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ എന്ന് പറയാം. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? ഞങ്ങളുടെ പൊന്നെ ഏടത്തിയല്ലേ, ഞങ്ങളുടെ ഏടത്തിയോട് ഞങ്ങൾക്ക് സ്നേഹം ഇല്ലാതിരിക്കുമോ എന്ന് പറയാം. ഏടത്തിയോടും കുഞ്ഞാവയോടും ഒക്കെ ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ മിടുക്കി കുട്ടിയായിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് മീനു അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ അലോകാണെങ്കിൽ സുകന്യെ ഫോൺ വിളിക്കുക. ഗോമതിയും ബാലനും പുറത്തു പോകുന്നത് കണ്ടല്ലോ. അപ്പൊ ചോദിക്കും, സുകന്യേച്ചി ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരട്ടെ, ഇപ്പൊ അതിനെ പറ്റിയൊരു സാഹചര്യമല്ലേ, ആ ബാലനും അപ്പച്ചിയും പുറത്തു പോകുന്നത് ഞാൻ കണ്ടല്ലോ. അവര് പുറത്തു പോയിരിക്കുക. ഇപ്പം അനുവിനോട് സംസാരിക്കാൻ നിനക്ക് കിട്ടിയൊരു അവസരം തന്നെ അലോക്, നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാ, അടുക്കള വാതിൽ വന്നാൽ മതി, ഞാൻ അടുക്കള വാതിക്കൽ നിൽക്കാം, നിനക്ക് വാതിൽ തുറന്നു തരാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് സുകന്യ അടുക്കള വാതിക്കൽ നമ്മുടെ അലോക് വരുന്നത് കാത്തിരിക്കുക. അപ്പൊ അലോകാണെങ്കിൽ ആരും കാണാതെ പമ്മി അടുക്കള വാതിക്കലിന്റെ അങ്ങോട്ട് വരിക, ദേവമംഗലത്തെ വീടിന്റെ. അപ്പൊ പെട്ടെന്ന് മീനു അങ്ങോട്ട് വരുന്നത്. അപ്പൊ മീനു ആണെങ്കിൽ ചോദിക്കും, അല്ല സുഗന്യേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ, എന്തെങ്കിലും ചെയ്യുവാണോ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ. അല്ല നീ എന്താ പെട്ടെന്ന് അടുക്കളയിലേക്ക്? അതെന്ത് ചോദ്യം ചേച്ചി, ഞാൻ ദേവിയടുത്തേക്ക് ആഹാരം കൊടുത്തിട്ട് പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് വന്നതാ, പിന്നെ എനിക്കിവിടെ ചെറിയ പരിപാടികളും ഉണ്ട്, എന്താ ആലോചിക്കുന്നേ എന്ന് അപ്പം സുഗന്യോട് ചോദിക്കുകയാണ് കേട്ടോ. അല്ല സുഗന്യേച്ചിക്ക് എന്താ ഒരു പരിങ്ങലുണ്ടല്ലോ? ഏയ് എന്ത് പരിങ്ങല്, നീ ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടണ്ട, എനിക്ക് ഇവിടുത്തെ അടുക്കളയിലും ഒന്ന് കയറത്തില്ലേ, ഞാൻ വെറുതെ ഇവിടെ ആലോചിച്ച് ഇങ്ങനെ വാതക്കാൻ നിന്നേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല എന്ന് പറയാം. ശരി എന്നാ, അല്ല നീ പാത്രം വെക്കാനല്ലേ വന്നത്, വെച്ചിട്ട് പൊയ്ക്കോ മീനു, അല്ലെങ്കിൽ വേണ്ട, ആ പാത്രം ഇങ്ങോട്ട് താ, നിനക്ക് എന്തൊക്കെയോ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ നീ ഇന്ന് ലീവ് എടുത്തത്, ഫയൽസ് എന്തോ നോക്കാനുണ്ടെന്ന് മറ്റു പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ആ പാത്രം കഴുകി വെച്ചോളാം, ദേവിക്ക് ആഹാരം കൊടുത്ത പാത്രമല്ലേ, അത് കഴുകുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് സുകന്യ പറയാൻ കേട്ടോ. അപ്പം മീനു പറയും, അത് സാരമില്ല, ഞാൻ കഴുകി വെച്ചോളാം ചേച്ചി, അതൊന്നും കുഴപ്പമില്ല, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ നിന്റെ ജോലി പോയി ചെയ്യും മീനു, ഞാനല്ലേ പറയുന്നത്, ഒരു പ്ലേറ്റ് കഴുകി വെക്കാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട്, ഫയൽസ് ഒക്കെ നോക്കാനായിട്ട് അവളുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഭാഗ്യം, അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടുപോയനെ, എങ്ങനെയെങ്കിലും അലോകിനെ അനുശ്രീയുടെ അടുത്ത് എത്തിക്കണം, ഇപ്പൊ കിട്ടിയ പോലെ ഒരു അവസരം ഇനി കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ സുകന്യ ചിന്തിക്കാം. അപ്പൊ അലോക് ചോദിക്കും, ആ മാരണം പോയോ സുകന്യേച്ചി എന്ന് ചോദിക്കാം. അതൊരു മാരണം തന്നെയാ, തൽക്കാലം ഞാൻ ഒരു വിധത്തിൽ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവൾ ഇന്ന് ലീവാ, അവൾക്ക് എന്തോ ഫയൽസ് ഒക്കെ നോക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അയ്യോ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ എന്ന് അലോക് പറയാം. നീ ഇങ്ങനെ പേടിച്ച് വിറച്ചിരുന്നോ, നിനക്ക് അനുവിനെ നഷ്ടപ്പെടണോ എന്ന് അപ്പൊ സുകന്യ ചോദിക്കാം. അത് വേണ്ട, അവളെ എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്ത് എത്തിക്കണം, അതിനുവേണ്ടിയല്ലേ ചേച്ചി ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്, അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ധൈര്യമൊക്കെ കാണിക്കണം, തൽക്കാലം നീ ആരും കാണാതെ കയറി വാ എന്നും പറഞ്ഞ് വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഹാളിൽ ചെന്ന് നോക്കുമ്പോൾ മീനാക്ഷി അവിടെ ഇല്ല. അത് കാണുമ്പോൾ അലോകിനെ കൂട്ടി അനുവിന്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പൊ അനുവിന്റെ റൂമിലേക്ക് പെട്ടെന്ന് ചെല്ലുമ്പോൾ സുകന്യ കൂടെ ചെല്ലത്തില്ല കേട്ടോ. അപ്പൊ അനു പറയും, അലോക് നിന്നോട് ഞാൻ വരരുതെന്ന് പറഞ്ഞല്ലേ, വീണ്ടും നീ ഇങ്ങോട്ട് കയറി വന്നോ, ദൈവമേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്നൊക്കെ പറയാം, എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലായിരുന്നു, നീ ഇത്ര പെട്ടെന്ന് എന്നോട് ബ്രേക്കപ്പ് ചെയ്ത് പോയി, പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അനു, നിന്നെ കൂടാതെ ഇനി ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അബദ്ധവശാൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി, അതിന് നിന്റെ കാല് വീണ് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ, പക്ഷെ നീ എന്നെ വിട്ടിട്ട് പോകരുത് എന്നൊക്കെ അനുവിനോട്
അനുവിനോട് പറയണം കേട്ടോ. അപ്പോൾ അനു പറയും, നീ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നുമില്ല, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോയി തരാവോ, ഇപ്പം ആരെങ്കിലും ഇതും കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് മതി എന്നും പറഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങുകയാണേ. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ സുകന്യ സൗണ്ട് കേട്ടിട്ട് വരുന്ന രീതിയിൽ അങ്ങ് വരിക. എന്താ ഇവിടെ? അയ്യോ അലോക്, നീ ഇങ്ങോട്ട് കയറി വന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അപ്പം പറയും, ചേച്ചി ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്, ദേ അമ്മ ഇപ്പം വരും, അയ്യോ എനിക്ക് പേടിയായിട്ട് മേല എന്ന് പറയാം. അപ്പം പറയും, ദേ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്നും പറഞ്ഞ് അലോക് വാശി പിടിക്കുകയാണ് കേട്ടോ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, എന്നോട് ഒരു തവണ ക്ഷമിക്ക്, ഇനി ഇങ്ങനൊരു തെറ്റൊന്നും ഞാൻ ചെയ്യത്തില്ല. നീ എന്തൊക്കെയാ ലോകി പറയുന്നേ? ഇനി എനിക്ക് നിന്നോട് പഴയ പോലെ സ്നേഹത്തോടെ പെരുമാറാനൊന്നും സാധിക്കില്ല. എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ നിനക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഒരു പൊട്ടിയൊന്നും അല്ല ഞാൻ എന്ന് പറയാം. നീ എന്നോട് ക്ഷമിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ലാനു എന്നും പറഞ്ഞ് അലോക് വാശി പിടിക്കുക. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഇനി ഈ ബന്ധം പഴയപടി മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോ. എൻ്റെ ഏട്ടന്മാരോ അച്ഛനോ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ജീവനോടെ നിന്നെ വെച്ചേക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓ അപ്പം നിനക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ? നിന്റെ ഏട്ടന്മാരും അച്ഛനും എന്നെ തല്ലരുതെന്ന് കരുതിയല്ലേ നീ ഇപ്പം എന്നോട് പോകാൻ പറയുന്നത്? ഓ അതുകൊണ്ടൊന്നും അല്ല, നീ ഇപ്പം ഇവിടെ വന്ന് എൻ്റെ റൂമിൽ നിന്ന് പിടിച്ചാലേ എനിക്കും കൂടിയാ അത് ബാധിക്കും, അതുകൊണ്ടും കൂടിയാ. ഒന്ന് പോയി തരാവോ? ഇത് സുകന്യ ചേച്ചി ഇവനോടൊന്ന് പറ പോകാൻ. അപ്പം സുകന്യ പറയും, മോളെ അവൻ്റെ സ്നേഹം കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. നിന്നോട് അവനുള്ള സ്നേഹം അത്രയ്ക്ക് ആത്മാർത്ഥമായതുകൊണ്ടല്ലേ ഇത്ര റിസ്ക് എടുത്ത് അവൻ നിന്നെ കാണാൻ റൂമിലേക്ക് കയറി വന്നേ. എന്നിട്ട് നീ അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മോശമാട്ടോ. അലോക് ചെയ്തത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷേ നിന്നോടുള്ള അവൻ്റെ സ്നേഹത്തെ നീ ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. ചേച്ചിയും കൂടി ഇങ്ങനെ പറയുവാണോ? ഞാൻ ചേച്ചിയോട് ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതല്ലേ. എനിക്കിനി ഇവനെ സ്നേഹിക്കാൻ കഴിയില്ല ചേച്ചി, ദയവ് ചെയ്ത് ചേച്ചി ഇവനെ വിളിച്ചുകൊണ്ടൊന്ന് പോകാൻ നോക്ക് എന്ന് പറയുകയാണേ. അപ്പം അലോകനങ്ങ് ദേഷ്യം വരുക, എന്നിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം പുറത്തു പോയി വന്ന ഗോമതിയാണെങ്കിൽ ദേവിക്ക് മേടിച്ച അങ്ങാടി മരുന്നുകളൊക്കെ അടുക്കള കൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. ദേവിക്ക് കഴിക്കാനായിട്ട് മസാല ദോശയൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അതൊക്കെ നമ്മുടെ ദേവിയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക. അമ്മ ഇതൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഒരു ഗർഭിണി ഉള്ളപ്പോൾ ഞാൻ കൈയും വീശി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറയണം. അതുമാത്രമല്ല ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ടും വരും എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മയുടെയും മീനുവിൻ്റെ ഒക്കെ ഈ സ്നേഹം ദേവി ഒരുപാട് സ്പർശിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയും, ദേവി നീ ഇത് കഴിക്കേ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോഴാ അനുവിൻ്റെ റൂമിൽ നിന്ന് ഈ ബഹളങ്ങളൊക്കെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് പെട്ടെന്ന് ഗോമതി റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. ഗോമതി ആണെങ്കിൽ വന്ന കാര്യം ഇവരിട്ട് അറിഞ്ഞില്ലായിരുന്നു. നീ എന്താ ഇവളുടെ റൂമിൽ എന്ന് ചോദിക്കുക. അപ്പം പേടിച്ച് പറിച്ച് നിൽക്കുകയാണ് അനുവ്. സുകന്യയും അലോകും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അലോക് സുകന്യെ കണ്ണ് കാണിക്കുക. അപ്പോൾ തൽക്കാലം ഒന്നും വേണ്ടെന്നുള്ള രീതിയിൽ സുകന്യ അപ്പം കണ്ണടച്ച് കാണിക്കും കേട്ടോ. അല്ല നീ എന്തിനാ ഇവിടെ കയറി വന്നതെന്നാണ് ചോദിച്ചത്. എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നോക്കുമായിരുന്നോടാ നീ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അലോക് പറയും, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണോ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അനു പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എൻ്റെ അമ്മയോട് നീ എന്തൊക്കെ തോന്നിവാസോ പറയുന്നേ? അനു ഇവൻ വന്ന കാര്യം നിനക്കറിയാം, നീ പറഞ്ഞിട്ടാണ് ഇവൻ വന്നത് എന്ന് ഗോമതി ചോദിക്കുക. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക. ആ നിങ്ങളുടെ മോള് വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയാം. ദേ നീ അനാവശ്യം പറയുന്നു എന്ന് ചോദിച്ചാൽ ഗോമതി അവനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അലോകിന്റെ ക്ഷമ കെടുവാണ് കേട്ടോ. അലോക് ഗോമതിയെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തുക. ഇത് കാണുമ്പോൾ സുകന്യയും അനുവും പേടിച്ച് വറുക്കുക. അലോക് എൻ്റെ അമ്മയെ വിട് എന്നും പറഞ്ഞ് അനു അവിടെ നിന്ന് കരയും കേട്ടോ. പക്ഷെ അലോക് അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അപ്പം സുകന്യയാണെങ്കിലും പിടിച്ചു മാറ്റാനായിട്ട് നോക്കും. പക്ഷെ സുകന്യയെ പിടിച്ചിട്ട് തള്ളും. സുകന്യയാണെങ്കിൽ വീട്ടിലേക്ക് തെറിച്ച് വീഴാണ്. അപ്പോൾ അനുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അലോക് വിട് എന്നും പറഞ്ഞ് അലോകിനെയാണെങ്കിലും വലിച്ചു മാറ്റാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് കൊണ്ട് ഗോമതിയുടെ കണ്ണൊക്കെ തുറിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ അനു നിൽക്കുകയാണ്. പെട്ടെന്നാണ് മീനു അങ്ങോട്ട് വരുന്നത്. ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് മീനുവാണ് അവിടെ കിടന്ന് ഒരു കമ്പി എടുത്തിട്ട് നമ്മുടെ അലോകിൻ്റെ തലക്കിട്ട് അടിക്കുക. അലോകാണെങ്കിൽ തലയും പൊത്തി പിടിച്ചുകൊണ്ട് വീഴാണ്. ഇത് കണ്ടുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുക ഗോമതിയും അതുപോലെ സുകന്യയും അനുവും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാൻ